കഴിഞ്ഞ ദിവസം കേരളത്തിലെത്തിയ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണറുടെ നിഷേധാത്മക നിലപാടിനെ കുറിച്ച് ചർച്ച നടത്തിയിരുന്നു. ഗവർണറും സംസ്ഥാന ഭരണകൂടവും നേർക്കുനേർ നിൽക്കുന്ന ഒരു സാഹചര്യം പൂർണ്ണമായും അവസാനിക്കുകയായിരുന്നില്ല എങ്കിലും രണ്ടുപേരും ഒരടി പിന്നോട്ട് മാറാൻ സാധ്യതയുണ്ട്. ഭരണപ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ നീങ്ങാതിരിക്കാൻ കേന്ദ്രം ശ്രദ്ധിക്കുന്നുണ്ട്. കേരളത്തിൽ കോൺഗ്രസിനെ തറ പറ്റിക്കുകയാണ് ബിജെപിയുടെ ലക്ഷ്യം. സർക്കാരുമായുള്ള കടുത്ത പോരിനിടെ നയപ്രഖ്യാപന പ്രസംഗം വായിക്കുമെന്ന് ഗവർണർ വ്യക്തമാക്കിയത് ഈ സാഹചര്യത്തിൽ കൂടിയാണ്. നയപ്രഖ്യാപനം അടക്കമുള്ള ഭരണഘടനാ ബാധ്യതകളെ എല്ലാം നിറവേറ്റുന്നു എന്നും അതിലൊന്നും തർക്കമില്ല എന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ജനാധിപത്യത്തിൽ പ്രതിഷേധിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. പ്രതിഷേധത്തെ തുടർന്ന് പോലീസ് റൂട്ട് മാറ്റുന്നതും വിഷയമല്ല. എന്നാൽ ഈ നാടകം എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല എന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. സർക്കാർ ഗവർണർ ഏറ്റുമുട്ടലിനിടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ എന്ത് സംഭവിക്കുമെന്നതായിരുന്നു ആകാംക്ഷ ഉയർന്നിരുന്നത്. ഇക്കാര്യത്തിലാണിപ്പോൾ ഗവർണറുടെ പ്രതികരണത്തോടെ സംശയങ്ങൾ നീങ്ങിയത്. പ്രസംഗം വായിക്കണമെന്ന ഭരണഘടനാ ബാധ്യത നിറവേറ്റുമെന്ന് ഗവർണർ പറയുമ്പോഴും സർക്കാരിനെ വെട്ടിലാക്കാനുള്ള രാജ്ഭവൻ നീക്കങ്ങൾക്ക് ഇനിയും സാധ്യതകൾ ഏറെയാണ്. നയപ്രഖ്യാപന പ്രസംഗം മുഴുവൻ വായിക്കാതിരിക്കാം. നയപ്രഖ്യാപനത്തിലെ കേന്ദ്രത്തിനെതിരായ വിമർശനങ്ങൾ ഒഴിവാക്കാനാകും. പ്രസംഗത്തിന്റെ കരളിൽ വിശദീകരണം തേടാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ഇത്തരം സാധ്യതകൾ ഗവർണർ ഉപയോഗപ്പെടുത്തുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. അതേസമയം ഭൂപതിവ് നിയമ ഭേദഗതി ബില്ലിൽ ഒപ്പിടാത്തതിൽ പ്രതിഷേധിച്ച് ഇടുക്കിയിൽ ഗവർണർ എത്തുന്ന 9-ന് LDF ജില്ലാ ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗവർണറെ നാറി എന്ന് വിളിച്ച CPM നേതാവ് MM മണി അധിക്ഷേപിച്ച സംഭവം ഉണ്ടായി. തലസ്ഥാനത്ത് ഗവർണർക്കെതിരെ പ്രതിഷേധിക്കാൻ കാത്തിരുന്ന SFI പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കിയത് സംഘർഷത്തിൽ കലാശിച്ചു. പരാതികൾ കിട്ടിയ സാഹചര്യത്തിലാണ് ഭൂമി പതിവ് നിയമ ഭേദഗതി ബില്ലിൽ തീരുമാനം എടുക്കാത്തത് എന്നാണ് രാജ്ഭവൻ വിശദീകരിച്ചത്. ഇടുക്കിയിലെ പരിപാടി ഗവർണർ മാറ്റിയിട്ടില്ല. ഇനി സന്ദർശനത്തിനിടെ പ്രതിഷേധമുണ്ടാക്കുമോ എന്നതാണ് അറിയേണ്ടത്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും രാജ്ഭവനിലേക്കുള്ള യാത്രക്കിടെ ഗവർണർക്കെതിരെ പ്രതിഷേധിക്കാനിരുന്ന SFI പ്രവർത്തകരെ പട്ടത്ത് വെച്ച് പോലീസ് മുൻകൂട്ടി കസ്റ്റഡിയിലെടുത്തു. പോലീസ് പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. ഗവർണറും സർക്കാരും തമ്മിൽ നടക്കാൻ പോകുന്നത് കള്ളനും പോലീസും കളിയാണ്. കഴിഞ്ഞ ദിവസം തൃശൂരിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകളിൽ നിന്നും ഇക്കാര്യം വ്യക്തമായിരുന്നു. സ്വർണ്ണക്കടത്തിന്റെ പ്രഭവകേന്ദ്രത്തെക്കുറിച്ച് പരോക്ഷമായ സൂചന മാത്രമാണ് നരേന്ദ്രമോദി നൽകിയത്. വേണമെങ്കിൽ അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാമായിരുന്നു. എന്നാൽ നരേന്ദ്രമോദിയുടെ അജണ്ടയിൽ ഇപ്പോൾ പിണറായി വിജയൻ ഇല്ല. പകരം വയനാട് നിന്നും MP ആയി മാറിയ രാഹുൽ ഗാന്ധിയാണുള്ളത്. രാഹുൽ ഗാന്ധിയെ വയനാട് നിന്നും തോൽപ്പിക്കുകയാണ് മോദിയുടെ ലക്ഷ്യം. അത് സാധ്യമായില്ല എങ്കിലും കേരളത്തിൽ കഴിഞ്ഞ തവണ UDFന് ലഭിച്ച ഭൂരിപക്ഷം 3-1 കുറയ്ക്കുകയാണെങ്കിലും ചെയ്യണമെന്നാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ലക്ഷ്യം. അതിന് പിണറായി വിജയന്റെ സഹകരണം കൂടിയേ തീരും. തൃശൂരിൽ നിന്നും സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ പിണറായിയുടെ സഹായം തേടിയേ തീരൂ. തൃശൂർ UDFന്റെ സുരക്ഷിത മണ്ഡലങ്ങളിൽ ഒന്നാണ്. ഇവിടെ BJPക്ക് കാര്യമായ വോട്ട് ഷെയർ ഉണ്ടെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ തക്ക വോട്ടുകൾ BJPക്ക് തൃശൂരിൽ നിന്നും ലഭിക്കാനുള്ള സാധ്യത വിരളവുമാണ്. എന്നാൽ കോൺഗ്രസിന് പോൾ ചെയ്യുന്ന വോട്ടുകൾ BJPയിലേക്ക് മടക്കിയാൽ തൃശൂരിൽ താമര വിരിയും. ഇതേ കളിയാണ് 2016 നേമത്ത് നടന്നത്.